Evening, I am Karthik from KNA. Today we are going to discuss some questions on mock test 6. Now question number 2. A body is dropped from a tower, another body is dropped from the same tower after 1 second. What is the separation between the two bodies? 2 seconds after the release of the first body. And the first body release பண்ணியதுக்கு அப்புறம் 2 செகண்ட் കഴിയുம்போது what is the distance of separation between them? But therefore consider this is the tower. First body t equal to 0 தான் ட்ராப் பண்ணுது, செகண்ட் பாடி t equal to 1 தான் ட்ராப் பண்ணுது. அப்போ ஆஃப்டர் 2 செகண்ட் ஆஃப் த ஃபஸ்ட் பாடி എന്നാണ്. അപ്പോൾ ആക്ച്വലി ടൈം ഈക്വൽ ടു 2 സെക്കൻഡ് ആകും. ടൈം ഈക്വൽ ടു 2 സെക്കൻഡ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഫസ്റ്റ് ബോഡി അറ്റ് ടൈം ഈക്വൽ ടു 2 സെക്കൻഡ്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് സെക്കൻഡ് ബോഡി? ഇവിടെ ഹൗ ടു ബി കെയർഫുൾ ദാറ്റ് ഫസ്റ്റ് ബോഡി ആക്ച്വലി 2 செகண்ட் ட்ராவல் பண்ணியிருக்கு, பட் செகண்ட் பாடி 2 செகண்ட் ட்ராவல் பண்ணலை. பிகாஸ் அந்த ஃபஸ்ட்டு பாடி ட்ராப் பண்ணியதுக்கு அப்புறம் 1 செகண்ட் കഴിയുம்போது மட்டும்தான் இந்த செகண்ட் பாடியை ரிலீஸ் பண்ணியது. therefore செகண்ட் பாடி ட்ராவல் பண்ணிய டைம் டியூரேஷன் ஆக்சுவலி 1 செகண்ட் மட்டும், ஃபஸ்ட்டு பாடி ட்ராவல் பண்ணியது 2 செகண்ட் மட்டும். therefore we can use the s is equal to ut plus half at square. അതിൽ രണ്ട് ബോഡിയും ഡ്രോപ്പ്ഡ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. യു ആർ നോട്ട് ത്രോയിങ്, യു ആർ സിംപ്ലി ഡ്രോപ്പിംഗ്. അപ്പോൾ ഹാഫ് ജി ടി സ്ക്വയർ വരും. ഫസ്റ്റ് ബോഡിക്ക് T2ഉം സെക്കൻഡ് ബോഡിക്ക് T1ഉം താൻ വരും. ആക്ച്വലി വി ഹാവ് ടു ടേക്ക് ദ ഡ്യൂറേഷൻ. ടൈം ഈക്വൽ ടു ആ സ്കെയിലല്ല, ഡ്യൂറേഷൻ എടുക്കണം. അതായത് 0 to 2 വരേക്കും 2 സെക്കൻഡ്, 1 to 2 വരേക്കും 1 സെക്കൻഡ്. ദെൻ യു ആർ ഗെറ്റിംഗ് 14.7 ദ ആൻസർ വരണം. ബട്ട് அந்த ഓപ്ഷനിൽ அந்த மாதிரி വരണം பார்க்கல. ഓക്കെ, ഹൗ ടു ചെക്ക് ഇറ്റ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. എ ബോഡി ഫോൾസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ. 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഗ്രൗണ്ടിലേക്ക് വീഴുത്. അതൊരു 2.5 മീറ്റർ എഗെയിൻ റീബൗണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് ദ ബോഡി ജസ്റ്റ് ബിഫോർ ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ കൊളിഷൻ? ആക്ച്വലി അത് മേലെ നിന്ന് കീഴെ വരുമ്പോൾ ഇതിൻ്റെ 10 മീറ്റർ എന്ന് വരുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എவ்வளവായിരിക്കും? √2gh. h ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് பண்ணிയാൽ വെലോസിറ്റി വി ക്യാൻ റൈറ്റ് എസ് √2gh. ഫസ്റ്റ് വെലോസിറ്റി √2g ഇൻറ്റു h1. h1 ഇവിടെ 10 ആണ്. സെക്കൻഡിൻ്റെ വെലോസിറ്റി √2g ഇൻറ്റു h2 എന്ന് എഴുതാം. ബിക്കോസ് ഇവിടെ വരുമ്പോൾ ഒരു വെലോസിറ്റി ഇരിക്കും, அந்த വെലോസിറ്റിയിൽ ഇവിടെ ഹിറ്റ് பண்ணும். ഹിറ്റ് பண்ணியதுக்கப்புறம் അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ആകും. ആഫ്റ്റർ കൊളിഷൻ ഇറ്റ്സ് വെലോസിറ്റി വിൽ ചേഞ്ച്. அந்த நியூ வெலாசிட்டி யூஸ் பண்ணி தான் அது 2.5 மீட்டர் ஹைட்டிലേക്ക് വരും. ആക്ച്വലി 2.5 മീറ്റർ ഹൈറ്റിൽ വരുമ്പോൾ എவ்வளோ ഹൈറ്റിൽ വരുമോ ഇറ്റ് ഹാസ് ട്രാവൽഡ് h യൂണിറ്റ് അല്ലെങ്കിൽ h2 യൂണിറ്റ്. ആ h2 ആണ് 2.5. അത് ഇങ്ങ വരുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി, ഇവിടെ ആരംഭത്തിലെ കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. ആ വർക്ക് എനർജി കൺസെപ്റ്റ് വെച്ചിട്ട് പണ്ടലാം. ഓർ യു ക്യാൻ യൂസ് 1 ഡയമെൻഷണൽ ഇക്വേഷൻസ്. എനിവേ യു നോ ദാറ്റ് √2gh2. ഇപ്പോൾ 2v1/v2 എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 2:1. Now question number 6. 2 bullets are fired horizontally with different velocities from the same height. Which will reach the ground first? അതായത് ഒരേ ഹൈറ്റിൽ നിന്ന്, സപ്പോസ് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് 2 ബുള്ളറ്റുകൾ ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്റ്റ് பண்ணுது. അപ്പോൾ അതിൽ എന്ത് ബുള്ളറ്റ് താൻ മുതൽ കീഴെ വരും? ആക്ച്വലി 2 ബുള്ളറ്റും ഒരേ ടൈമിൽ താൻ കീഴെ വരും. അതായത് ദേ വിൽ റീച്ച് സൈമൾട്ടേനിയസ്ലി. വൈ? ആക്ച്വലി h ഹൈറ്റിൽ നിന്ന് പ്രൊജക്റ്റ് பண்ணும்போது ഈ വെലോസിറ്റി നമുക്ക് 2 ഡയറക്ഷൻ താൻ വി ആർ അനലൈസിങ്, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ ഈ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഐ ആം അസ്യൂമിങ് y ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഐ ആം അസ്യൂമിങ് x. അപ്പോൾ ഈ 2 കേസിലും വെർട്ടിക്കൽ ഹൈറ്റ്, 2 ബോളിലും ഹൊറിസോണ്ടൽ വെലോസിറ്റീസ് u1 ആൻഡ് u2, ബട്ട് വെർട്ടിക്കൽ വെലോസിറ്റി സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്. ദർ ഇസ് നോ വെർട്ടിക്കൽ വെലോസിറ്റി. ദർഫോർ വെർട്ടിക്കൽ വെലോസിറ്റി സ്റ്റാർട്ടിങ്ങിൽ uy വെർട്ടിക്കൽ ഇനിഷ്യൽ വെലോസിറ്റി ഇൻ ദ y ഡയറക്ഷൻ ഈസ് 0. അപ്പോൾ h ഹൈറ്റ് താണ്ടതൊക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് h ആണെങ്കിൽ h ഹൈറ്റ് താണ്ടതൊക്കെ എടുക്കുന്ന രണ്ടുപേരും എടുക്കുന്ന ടൈം സെയിം ആയിരിക്കും. അതായത് ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് സെയിം പ്രൊവൈഡഡ് ദ ഹൈറ്റ് ഈസ് സെയിം. Now question number 10. A body is initially at rest. It undergoes one-dimensional motion with constant acceleration. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ എല്ലാ ഇക്വേഷൻസും വി ക്യാൻ യൂസ്. അതായത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കണം. അപ്പോൾ അതാണ് എന്താ കൈനമാറ്റിക് ഇക്വേഷൻസ് നമ്മൾ യൂസ് பண்ணுന്നത്. therefore വാട്ട് ഇസ് എ പവർ ആണ്. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ 1 ഡയമെൻഷണൽ മോഷനിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. Initial velocity, initially it is at rest only, therefore u is 0. Therefore velocity at any instant you can write v is equal to u plus at. That is u 0, therefore v is equal to at. We know that force is equal to mass into acceleration, m.
We know that power is equal to force into velocity എന്നാണ്. ഫോഴ്സിന് ബദലായിട്ട് I am writing ma and velocity at any instant it is at. Therefore power at any instant is ma square t. Mass of the body is a constant, acceleration is a constant, therefore power is directly proportional to time.